ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ നാമം മഹിഴ്ചയും. നമുക്ക് ഇന്ന് എപ്പിസോഡ് 154 C3 C3 ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കൊലുസ്യ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വാസിക്കുന്നത്. കൊലുസ്യ ലേഖനം 1:4 വാക്യം താൻ നമ്മൾ വാസിക്കുന്നത്. അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പാർக்கலாம். ആണ്ടവർ നമ്മളോട് എന്നതാൻ പേശുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പിടിയും. അന്നേരം ആണ്ടവരുടെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്നാ കിടക്കും? നമുക്ക് കിടക്കുന്നത് ആണ്ടവരുടെ ശക്തി നമുക്ക് നൽകപ്പെടും, ആണ്ടവരുടെ കൃപ നമുക്ക് നൽകപ്പെടും. അതുമാത്രമല്ല ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിനെ നമുക്ക് ശരിയായ രീതിയിൽ മഹത്വപ്പെടുത്തുവാൻ തക്കോണം നമുക്ക് ഇടയായിടും. നമുക്ക് അന്നേരം പല കാര്യങ്ങൾ നമ്മൾ ആണ്ടവരുടെ വചനം വാസിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്നാ കിടക്കുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകപ്പെടുകയാണ്, ദൈവത്തിൻ്റെ കരുണ നമുക്ക് നൽകപ്പെടുകയാണ്. നമുക്ക് ഇവിടെ 4-ാം വാക്യം വാസിക്കുന്നതിന് മുമ്പ് നമുക്ക് 3-ാം വാക്യത്തിൽ നമ്മൾ 1 തൊട്ട് 3 വരെ നമുക്കൊന്ന് വാസിച്ചിട്ട് നമുക്ക് 4-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഇങ്ങ എഴുതിയിരിക്കുന്നത് ദൈവേഷ്ട ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് സഹോദരനും തിമോത്തിയോസ്. ഇങ്ങ 1-ാം വാക്യത്തിൽ നമ്മൾ കേട്ടാച്ച് പിന്നെയും നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ, അതായത് ആണ്ടവരായ യേശു ക്രിസ്തു താൻ അപ്പോസ്തലനായ പൗലോസിനെ അപ്പോസ്തലനാക്കി തീർത്തത്, അല്ലെ ആണ്ടവരുടെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ആര് താൻ? അപ്പോസ്തലനായ പൗലോസ് താൻ. 2-ാം വാക്യം. അത് മാത്രമല്ല, കൊലുസിലുള്ള ഇത് എഴുതാർക്കുന്ന നമ്മൾ വാസിക്കുന്നത് ഇത് കൊലുസിലുള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തു യേശുവിൽ വിശ്വസ്ത സഹോദരന്മാർക്കും, വിശുദ്ധന്മാരായ കൊലുസിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും മറ്റും തന്നെ അല്ല, എല്ലാ വിശുദ്ധന്മാർക്കും കൂടെ ഇത് എഴുതുന്നു എന്ന് നമ്മളിവിടെ കാണുന്നു. അത് ആരുടെ പേരിൽ എഴുതുന്നു എന്ന് നമ്മുടെ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം നൽകട്ടെ. അതായത് നിങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ കേൾക്കുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും കിടക്കണം, അതുതാണ് എൻ്റെ ചിത്തം. അതുകൊണ്ട് നിങ്ങൾക്ക് കൃപയും സമാധാനം കിടക്കട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ചൊല്ലിയിരിക്കും. 3-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് സത്യവചനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ട സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രത്യാശ ലഭിക്കുന്നു. അത് സുവിശേഷത്തിൻ്റെ സത്യവചനത്താലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് എന്നാ കിട്ടിയിരിക്കുക? നിങ്ങൾക്ക് പ്രത്യാശ കിടച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം വാസിച്ചു എന്നത് കൃപയും സമാധാനം നമുക്ക് നൽകുക. ഇപ്പം നമുക്ക് പ്രത്യാശയും കൂടെ കെട്ടിയിരിക്കുകയാണ് എന്ന് ഇங்கே എഴുതി വെച്ചിരിക്കുന്നു. 4-ാം വാക്യത്തിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഭാഗം നമുക്ക് വാസിച്ചിടാം. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും, അതായത് സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഇങ്ങനെ 2 കാര്യം ഇങ്ങനെ ചൊല്ലുത്. ഇവിടെ അപ്പോസ്തലനായ നിങ്ങൾക്കുള്ള ഞാൻ നിങ്ങളുടെ വാർത്തയെപ്പറ്റി ഞാൻ കേട്ടാച്ച്, എന്നാ വാർത്തയെപ്പറ്റി കേട്ടാച്ച് എന്നാ ചൊല്ലുന്നത്? ഞാൻ നിങ്ങളുടെ വാർത്ത കേട്ടാൽ അത് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വാർത്തയെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ജപം പണിക്കൊണ്ടേയിരിക്കുക. അന്നേരം അപ്പോസ്തലനായ പൗലോസ് അവരുടെ വാർത്ത കേട്ടു. എന്നാ വാർത്ത കേട്ടാച്ച്? അതാണ് നമ്മൾ വാസിക്കുന്നത്. ക്രിസ്തുയേശു നിങ്ങളുടെ വിശ്വാസം, അതായത് നിങ്ങൾ ആണ്ടവരായ യേശു ക്രിസ്തുവിൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തെ താൻ അതായത് ഞാൻ നിങ്ങളുടെ വാർത്ത കേട്ടപ്പോൾ എനിക്ക് എന്നാ പൊടിഞ്ഞാച്ച്? നിങ്ങൾക്ക് ആണ്ടവരായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എപ്പടിയിരിക്കേ? അതാണ് ഇങ്ങനെ ചൊല്ലുന്നത്. നിങ്ങൾ ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ പറ്റിയാണ് ഒന്നാമത് പൗലോസ് ചൊല്ലുന്നത്. അതുമാത്രമല്ല, സകലവിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ നിങ്ങൾ വിശുദ്ധന്മാരുമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ കേട്ടു. നിങ്ങളെ നേസത്തെപ്പറ്റി, നിങ്ങളുടെ നേസത്തെപ്പറ്റി ഇങ്ങനെ ചൊല്ലുന്നത്. നേസത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ട് ഏത് നേസമാണ്? സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്ക് ഉള്ള
ഉള്ള സ്നേഹത്തെ നിങ്ങൾ സകല വിശുദ്ധന്മാർ, അതായത് ആണ്ടവരെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച എല്ലാവരോടും നിങ്ങൾക്കുള്ള ഐക്യം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നേസം അത് എത്രയാണെന്ന് ഞാൻ കേട്ടാച്ച. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുക, ഞാൻ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ജപം பண்ணுക. എന്തോത്തിന് ജപം பண்ணுക? ഈ നേസം അല്ലെങ്കിൽ രണ്ട് കാര്യം നമ്മൾ കണ്ടാച്ച്, ഈ നേസം, രണ്ടാമത്തെ നിങ്ങളുടെ വിശ്വാസം, ഈ രണ്ടും പോവാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപിക്കുക. അതായത് നമ്മൾ വിശ്വാസത്തിൽ വന്നെങ്കിലും എന്നാ പറ്റും, നമ്മുടെ സ്നേഹം, ആദ്യ സ്നേഹം നമ്മൾ കുറഞ്ഞു. നമ്മുടെ വചനത്തിൽ നമ്മൾ വാസിക്കും, ആദ്യ നേസം നമ്മുടെ കമ്മിയായിടും. അത് കാരണം എന്നെ പറ്റും, നമ്മൾ എപ്പോഴുമേ ഒരു റിച്വലായിട്ട് പോകുമ്പോൾ, നമ്മൾ എപ്പോഴുമേ അതേ രീതിയിൽ പോകുമ്പോൾ നമുക്ക് ആ പഴയ സ്നേഹം നമുക്ക് വരത്തില്ല. ആദ്യം നമ്മൾ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ ഒരു പെരിയ നേസം ഇരിക്കുക. അത് മാത്രമല്ല ആണ്ടോട് പെരിയ വിശ്വാസം. ആ വിശ്വാസത്തിലാണല്ലോ നമ്മൾ എന്നാ പറ്റുന്നത്, നമ്മൾ ആണ്ടവരെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അതായത് നമുക്ക് വിശ്വാസം ഇരിക്കെ, ആണ്ടവരോടുള്ള നേസം ഇരിക്കെ. ആണ്ടവരോടുള്ള നേസം മറ്റുമല്ല, നിങ്ങൾക്ക് വിശ്വാസം, നിങ്ങൾ കൂട്ടു സഹോദരന്മാരുള്ള നേസത്തെ പറ്റിയും ഇങ്ങനെ കാണുക. അത് മാത്രമല്ല, നേസത്തിന് 3 നേസം നമുക്ക് കാണുന്നുണ്ട്. ഒന്ന് ആണ്ടവരോടുള്ള നേസം, 2 നിങ്ങൾ വിശ്വാസികളുള്ള നേസം, 3-ാമത്തെ ലോകത്തിലുള്ള നേസം. അതായത് അവരോട് സുവിശേഷം അറിയിക്കണം. അതാണ് നിങ്ങളുടെ പരമപ്രധാനമായ കാര്യം. അത് നിങ്ങൾക്ക് എപ്പോഴും സാധിക്കും, നിങ്ങൾക്ക് വിശ്വാസം വേണം. അതായത് ആണ്ടവരോടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ നേസം നിങ്ങൾക്ക് സാധിക്കുവാൻ പറ്റുകയുള്ളൂ. അത് 5-ാം വാക്യത്തിൽ എന്ത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അതായത് യേശുക്രിസ്തു നമുക്ക് ആര് താനെങ്കിൽ ചൊല്ലുക, നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്നാ ചൊല്ലുക, കർത്താവ് എന്ന് ചൊല്ലിയാൽ നമ്മുടെ രാജാവായിട്ട് സ്വീകരിച്ച, അല്ലെങ്കിൽ നമ്മുടെ ദൈവമായിട്ട് സ്വീകരിച്ച, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരാളെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ജപം பண்ணணும்னு നമുക്ക് ആരുടെ അടുത്ത് പോകണം, കർത്താവിൻ്റെ അടുത്ത്. ഇങ്ങ എന്നാ சொல்லுது, ആ കർത്താവ് ആര് എന്ന് சொல்லுது 5-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അതായത് ഇത് എന്തുകൊണ്ട് പിതാവായ ദൈവം, എന്തുകൊണ്ട് പിതാവിന് സ്തോത്രം വേണം? ആരുതാൻ നമുക്ക് ഇറന്നാച്ച, ആര് ഇറന്നാച്ച, ആരുതാൻ ക്രൂശിൽ ഇറന്നാച്ചേ? എഴുന്നത് കാണ്ടവരായ യേശുക്രിസ്തു. എന്നാൽ പിതാവിനെ എന്നാ സ്തോത്രം പറയണം? നമുക്ക് അത് ന്യായമായ ഒരു കാര്യമല്ലേ. നമ്മൾ പിതാവിനെ എന്തുകൊണ്ട് നമ്മൾ സ്തോത്രം പറയണം? അതായത് ആ പിതാവിൻ്റെ നേസം നമ്മോട് ഉണ്ടായത് കൊണ്ട് എന്നാ ചെയ്താച്ചേ, ആ പിതാവായ തകപ്പനായ ആണ്ടവർ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അതായത് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത് പിതാവിൻ്റെ നേസം താൻ. നമുക്ക് ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മൾ നേസിക്കുന്നു, അത് ശരി, കാരണം അവർ നമുക്ക് വേണ്ടി മരിച്ചു. എന്നാൽ അതിലും ഉപരിയായിട്ട് നമുക്ക് എന്നാ പറയണം, തകപ്പനായ ആണ്ടവർ താൻ ആ നേസം നമ്മളോട് ചൊരിഞ്ഞത് മൂലം താൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് ഈ ലോകത്തിലേക്ക് അയച്ചത്. അന്നേരം നമുക്ക് ആരോട് നേസം വേണം? തകപ്പനായ ആണ്ടവരോട് നമുക്ക് നേസം ഉണ്ടായിരിക്കണം. ആണ്ടവരായ യേശുക്രിസ്തുവിനോട് വേണം. അത് മാത്രമല്ല, 3-ാമത് ആരോട് നമുക്ക് നേസം ഉണ്ടായിരിക്കണം? പരിശുദ്ധ ആവിയോട് നമുക്ക് നേസം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട്? ആ തകപ്പനായ ആണ്ടവർ നമുക്ക് തൻ്റെ മകനെ തന്നു എന്ന് മറ്റുമല്ല, അവൻ തൻ്റെ ആവിയെ നമുക്ക് തന്നു. അതുകൊണ്ട് താൻ നമുക്ക് ദൈവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നു? നമ്മുടെ വചനം ചൊല്ലുമ്പോൾ ആ താപ്പനാരുടെ നേസം മുഖാന്തരം തൻ്റെ ആവിയെ നമുക്ക് വേണ്ടി തരുകയാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. അതായത് ആവിയുടെ പ്രവർത്തനം ഇല്ലാതെ നമുക്ക് രക്ഷയിലേക്ക് വരുവാൻ മുടിയാതെ. നമുക്ക് രക്ഷയ്ക്ക് വരാൻ ഉള്ള കാരണം എന്നതാണ്? ആവിയുടെ പ്രവർത്തനം. നമുക്ക് പരിശുദ്ധ ആവി താൻ നമ്മളോട് കാണിച്ച ആ നേസം, അതാ പിതാവിൻ്റെ തകപ്പനാരുടെ നേസം പുത്രനിൽ കൂടെ നമുക്ക് വേണ്ടി രക്ഷ നൽകി പരിശുദ്ധാവിയാൽ നമുക്ക്
വിശ്വാസത്തെ പുതുക്കുവാൻ അല്ലെങ്കിൽ അവനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് നൽകി. എന്തായാലും നമുക്ക് നമ്മൾ വാസിക്കുന്ന ത്രിയേക ദൈവത്തെ നമ്മൾ വാസിക്കുന്നു. ആരൊക്കെയാണ് ത്രിയേക ദൈവം? പിതാവ്, താപ്പനായ ആണ്ടവർ, രണ്ടാമത്തെ മകനായ യേശുക്രിസ്തു, നമ്മുടെ ആണ്ടവരുടെ മകൻ, പ്രിയ പുത്രൻ എന്ന് നമ്മൾ വാസിക്കുന്നു, അവൻ രണ്ടാമത്. മൂന്നാമത് ആര്? ആവി നമുക്ക് വിശ്വാസം തരുന്നു എന്ന് മാത്രമല്ല, ആവിയുടെ പ്രവർത്തനം മൂലം താൻ നമുക്ക് ആണ്ടവരോട് നമുക്ക് വിശ്വാസം നമുക്ക് വരികയും ആണ്ടവരുടെ നേസം നമ്മൾ കാണുകയും ആണ്ടവരോട് നമുക്ക് ഐക്യം വരികയും ആണ്ടവരെ നമ്മൾ നേസിക്കുകയും ആണ്ടവരുടെ വേല നമ്മൾ ചെയ്യുവാൻ തക്കോണം നമ്മൾ റെഡിയാവുകയും ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വേസിക്കുന്ന ആവിക്ക് രംഭ പ്രവർത്തനം ഇരിക്കും. നമ്മൾ സുവിശേഷത്തിൽ ആണ്ടവരായ യേശുക്രിസ്തു എന്നാ சொல்லுது? ഞാൻ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ കൂടെ ആയിരിക്കും? നിങ്ങളുടെ കൂടെ പരിശുദ്ധ ആവി അല്ലെങ്കിൽ എൻ്റെ കാര്യസ്ഥൻ. അതായത് കാര്യസ്ഥൻ എന്ന് ചൊല്ലിയാൽ എല്ലാ കാര്യവും ചെയ്യുന്ന അവൻ ആര് താൻ? പരിശുദ്ധ ആവി താൻ. അവൻ്റെ പ്രവർത്തനം അവൻ നമ്മളോട് ശരിയായിട്ട് പേശി നമുക്ക് അത് ബോധ്യമാക്കി തന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്നാ പറ്റും? നമുക്ക് നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ മുടിയാറ്. ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ തകപ്പനാർ നമ്മളോട് കാണിച്ച നേസത്തെ നമ്മൾ വിശ്വസിക്കാതെ അന്നേരം ഇത് മൂന്നും കൂടെ ഒന്നുകൂടി താൻ നമ്മൾ ഇങ്ങനെ വാസിക്കുന്നു. അതുകൊണ്ട് താൻ നമ്മൾ ഇതിൽ വാസിക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും നമ്മൾ ആദ്യത്തെ വാക്യത്തിന് നമ്മൾ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ദൈവേഷ്ടത്താൽ ദൈവേഷ്ടത്താൽ നമ്മൾ ഒന്നാം വാക്യത്തിൽ നമ്മൾ വാസിച്ച ദൈവേഷ്ടം എന്ന് ചൊല്ലിയാൽ അത് എന്നതാ? അത് താൻ ത്രിയേക ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ അല്ലെങ്കിൽ അവൻ്റെ ചിത്തമായിരുന്നാൽ പൗലോസ് വന്നത്. അതായത് ത്രിയേക ദൈവം എപ്പടി? പിതാവായ ദൈവം നമ്മളെ നേസിച്ച മുഖാന്തരം പുത്രനെ പൗലോസിൻ്റെ പക്കത്തിൽ അണുപ്പിയിട്ട് അവനോട് ചൊല്ലുക, ഞാൻ താൻ ആണ്ടവർ എന്ന് ചൊല്ലി അവനോട് പൗലോസ് കേൾക്കുക, നീ ആര് എന്ന് ചൊല്ലിയപ്പോൾ ഞാൻ താൻ യേശു ക്രിസ്തു താൻ ഞാൻ എന്ന് ചൊല്ലിയത് ആണ്ടവരായ യേശു ക്രിസ്തു അവനെ പരിചയപ്പെടുത്തപ്പോൾ എന്നെ പറ്റി അവൻ പറഞ്ഞു, അയ്യോ ആണ്ടവരെ എന്ന് ചൊല്ലി അവൻ ആണ്ടവരോട് വിശ്വാസം കാണിച്ചാച്ച്, ആണ്ടവരോട് നേസം കാണിച്ചാച്ച്, താപ്പനാരോട് നേസം കാണിച്ച് അത് ആര് മുഖാന്തരം പ്രവർത്തനം നടന്നാച്ച്? പരിശുദ്ധ ആവിയുടെ പ്രവർത്തനം താൻ. അതെല്ലാം പവിത്ര ആവി നമുക്ക് അത് തന്നെ. അതുകൊണ്ട് നമുക്ക് അത് മറ്റുമല്ല നമ്മൾ സുവിശേഷത്തിൽ വാസിക്കുന്നത് എന്നാ ആണ്ടവരായ യേശുക്രിസ്തുവിലെ പിതാവ് തന്ന ഒരുത്തനെയും പിതാവിനെ തന്നവരാരും എൻ്റെ കയ്യിൽ നിന്ന് പോകുകയില്ല. അതായത് ആണ്ടവർ നമുക്ക് അതായത് നമ്മളെ താപ്പനാർ നമ്മളെ നേസിച്ചുകൊണ്ട് ആ താപ്പനാർ നമ്മളെ ആർക്ക് കൊടുത്തു? പരിശുദ്ധ ആവിയാൽ നമുക്ക് ആരെ കൊടുത്തു? കർത്താവ് യേശുക്രിസ്തുവിനെ കൊടുത്ത മുഖാന്തരം നമുക്ക് അവനോട് വിശ്വാസം കിടച്ചാച്ച്. ഞാനിങ്ങനെ എൻ്റെ സമയം മുഴിച്ചാച്ചേ ആണ്ടവർ നമുക്ക് ആശീർവാദം നൽകട്ടെ. ആണ്ടവർ നാം മഹത്വപ്പെടുമാറാട്ടെ.